ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എസ് ജോസഫിൻ്റെ ബിറ്റ്വീൻ ദീസ് ലൈൻസ് ആണ്. എസ് ജോസഫ് ഒരു മലയാളം പോയിറ്റാണ്. അദ്ദേഹത്തിന് 4 പോയട്രി കളക്ഷൻസ് ആണുള്ളത്. പിന്നെ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ജനിച്ചത് ആൻഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പോയംസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു റിട്ടേൺ ടു നേച്ചർ ഒരു ഇമേജ് ആണ്. ബാക്ക് ടു നേച്ചർ, അതായത് ഗ്രീനറി, പാഡി ഫീൽഡ്സ്, വില്ലേജ് ലൈഫിന്റെ സെറനിറ്റി, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ തീംസ് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ് ഒക്കെയാണ്, അതായത് പ്രൊട്ടസ്റ്റ് പോംസ് പോലെയാണ് ഇദ്ദേഹം എഴുതുന്നത്. ഓക്കെ, വോയിസ് ഓഫ് ദി ലോവർ കാസ്റ്റ് പീപ്പിൾ, അതാണ് ഇദ്ദേഹത്തിന്റെ പോംസ് എന്ന് പറയുന്നത്. സോ ബിറ്റ്വീൻ ദീസ് ലൈൻസ് എന്നുള്ളതും ഇതുപോലെ തന്നെ ഒരു പോമാണ്. വളരെ സിമ്പിളായിട്ട് പിന്നെ നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്ന കുറേ മൊമെന്റ്സിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ഓർഡിനറി മൊമെന്റ്സ് അല്ലെങ്കിൽ ഓർഡിനറി ആളുകളുടെ സിമ്പിൾ ലൈഫിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഡെത്ത് എന്ന് പറയുന്നത് എല്ലാവരെയും എംബ്രേസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് വൺസ് കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്. അപ്പോൾ പോം ഒരു സെവറൽ തീംസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഫ്രം ലൈഫ് ടു ഡെത്ത്. അതായത് ഒരു സിമ്പിൾ ലൈഫിൽ എന്തൊക്കെയാണ്, ഒരു ഓർഡിനറി ലൈഫിൽ ഒരാളുടെ ഹാപ്പൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ പോയറ്റ്. സോ പോയത്തിലോട്ട് നമുക്ക് കിടക്കാം. ഇപ്പോൾ ഇദ്ദേഹം ഒരു ദളിത് പോയിറ്റാണ്. ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. മലയാളം പോയട്രിയിലൂടെ ഇദ്ദേഹം ദളിത് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ദളിത് ആ ഒരു എന്താ പറയുക ഇഷ്യൂസൊക്കെ വോയിസ് ഔട്ട് ചെയ്യുന്ന ഒരു പോയിറ്റ് കൂടി ആണ് കേട്ടോ. പിന്നെ ബിറ്റ്വീൻ ദീസ് ലൈൻസ് എന്ന് പറയുന്നത് ഈ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ആ ഹ്യൂമൻ ലൈഫിന്റെ മൊമെന്റർനെസ്, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോവാം. അപ്പം ആ ഒരു ലൈഫ് ടു ഡെത്ത് വരെയുള്ള ഹാപ്പൻസ് അല്ലെങ്കിൽ മൊമെന്റ്സ് എന്തൊക്കെയാണ്. പോയറ്റ് സേസ് ദാറ്റ് ഹി ഹിംസെൽഫ് ആൻഡ് ദി റീഡർ മേ സീസ് ടു എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് ലൈൻസ്. അതായത് ഈ ലൈഫിന്റെ ഈ ഒരു മൊമെന്റർനെസ്സിൽ, ഇപ്പം ഈ ഒരു ഒരുപാട് ഹാപ്പനിങ്സ് ഉണ്ട് നമ്മുടെ ലൈഫിൽ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് എന്താ പറയുക, റീഡറെന്നോ പോയിറ്റെന്നോ ഇല്ലാതെ ആ ഒരു ലൈൻസ് എല്ലാം അങ്ങ് ബ്ലർ ആവുകയാണ് ചെയ്യുന്നതെന്ന്. ആ ഒരു വേർതിരിവൊന്നും ഇല്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്, എല്ലാവരും ഒരു നാൾ മരിക്കും. ആൻഡ് പിന്നീട് അദ്ദേഹം പറയുന്നത് കുറച്ച് ഓർഡിനറി ആക്ഷൻസിന്റെ ലിസ്റ്റാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഈ ഓർഡിനറി ആക്ഷൻസ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ പോയറ്റ് ആണെന്നുണ്ടെങ്കിലും റീഡർ ആണെന്നുണ്ടെങ്കിലും, ഒരു അപ്പർ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ലോവർ ക്ലാസ്, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആണെങ്കിലും ലോവർ കാസ്റ്റ് ആളുകളാണെന്നുണ്ടെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അധികം കണ്ടുമുട്ടുന്നില്ല, അവർ തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ഏകദേശം ഇവരുടെ ടൗൺ ആണെന്നുണ്ടെങ്കിലും ബീച്ച് ആണെന്നുണ്ടെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ തിരിച്ചറിയുന്നില്ല ഇവരുടെ എല്ലാം ലൈഫ് എന്ന് പറയുന്നത് ഡെത്ത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻസ് എന്ന് പറയുന്നത് മിക്കവാറും ഏകദേശം ഉള്ളവർക്കെന്ന് പറയുന്നത് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവരുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇപ്പോൾ ചിലർ ടൗണിൽ വെച്ച് കാണുന്നു, ചിലവർ ബീച്ചിൽ വെച്ച് കാണുന്നു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ ലൈഫിലും ഓരോ ഇൻസിഡൻസ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ദ പോയിറ്റ് സേസ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ദ റീഡർ ഹൂ സ്റ്റുഡ് ഹോൾഡിംഗ് ദ റെയിലിംഗ് ഓഫ് ദ ബ്രിഡ്ജ് വാച്ചിങ് someone ആംഗ്ലിംഗ് ഡൗൺ ബിലോ ആൻഡ് ദേ മസ്റ്റ് ഹാവ് മെറ്റ് സംവെയർ വൈൽ ഗോയിങ് ഔട്ട് ടു ബൈ മീറ്റ് ഓർ മെഡിസിൻ. ഇനി റീഡർ ആണെന്നുണ്ടെങ്കിലും പോയിറ്റ് ആണെന്നുണ്ടെങ്കിലും ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ ബ്രിഡ്ജിന്റെ റെയിലിങ്ങിൽ ആരെങ്കിലും ഒക്കെ എന്താ പറയുക, ഇങ്ങനെ താഴെ നിന്ന് നോക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ചിലപ്പോൾ ആ ആളുകളെ നമ്മൾ മീറ്റ് മേടിക്കാനോ മെഡിസിൻ മേടിക്കാനോ ഒക്കെ നമ്മൾ ചിലപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡറും ഇദ്ദേഹം പോയിട്ട് തമ്മിലുള്ള കുറച്ച് എക്സ്ട്രാ ഓർഡിനറി തിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. റീഡർ വെഹിക്കിൾ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യും, ഒരു ഷോപ്പ് തുറക്കും, ലോണൊക്കെ യൂസ് ചെയ്യും. റീഡർ എക്സാം പാസ് ആവും, ഒരു പാട്ട് പാടും. റൈറ്റർ പിന്നെ ഹി ട്രൈസ് ടു റൈറ്റ് ദ പോവംസ്. അപ്പോൾ പോയിട്ട് അസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഔട്ട്ലിവ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു വേൾഡിൽ നിന്ന് നമ്മൾ പോയാലും നമ്മുടെ ആക്ഷൻസ് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി സംസാരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റീഡറും പോയിറ്റും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷനാണ് ഇവിടെ വെച്ചേക്കുന്നത്. ആ ഒരു ഡിസ്റ്റിങ്ഷൻ ബ്ലർ ആവുന്നു ലൈഫിൽ എന്നാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ലൈഫ് കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ചിലപ്പോൾ ബീച്ച് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, മീറ്റ് മേടിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദ പോയിറ്റ് സേസ് ദാറ്റ്, ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എഴുതുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് പിന്നെ നമ്മളിപ്പോൾ ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ച് ചിലപ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് പോയിരിക്കാം. അപ്പോൾ ഒരു റൈറ്റർ എന്ന് പറയുമ്പം റൈറ്റിങ്ങിൻ്റെ മിഡിലിൽ ചിലപ്പോൾ എന്താണ് അദ്ദേഹം ഒരു റൈറ്റർ അല്ലാതായി മാറുമായിരിക്കും. അതുപോലെ തന്നെ റീഡർ എന്ന് പറയുമ്പോൾ എന്താണ് റീഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു റീഡർ അല്ലാതായി മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൻ്റെ ചില ഒരു മൊമെൻറ്റ്സിൽ നമ്മൾ ചിലപ്പം നമ്മുടെ സിറ്റുവേഷൻസും പരിസരവും ഒന്നും നോക്കാതെ ചിലപ്പോൾ നമ്മൾ വേറെ തോട്ട്സിലൊക്കെ മുഴുകിയിരിക്കും അല്ലേ. ഒരു റീഡർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും എന്താണ് ആ ഒരു വേ ഓഫ് ചില സമയത്തുള്ള തോട്ട്സ് ആണെന്നുണ്ടെങ്കിലും ചില സമയത്തുള്ള നമ്മുടെ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും എന്താണ് ഒരു രീതിയിലാണ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഹ്യൂമൻ ലൈഫ്സ് എന്ന് പറയുന്നത് പറയുന്നത് ഹ്യൂമൻ ലൈഫ്സ് മൊമെൻ്ററി ആണ്. നമ്മൾ എന്താണ് പറയുന്നത്, ഒരു ഡ്യൂ ഡ്രോപ്പ് പോലെയാണ്, സൂര്യപ്രകാശത്തിലുള്ളൊരു ഡ്യൂ ഡ്രോപ്പ് പോലെയാണ് നമ്മളെന്ന് പറയുന്നത്. അതായത് നമ്മൾ പെട്ടെന്നൊരു, അതായത് സൂര്യപ്രകാശത്തിന് മുമ്പിൽ ഒരു ഡ്യൂ ഡ്രോപ്പ് പെട്ടതുപോലാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അതങ്ങ് ഇല്ലാതാകും. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ മൊമെൻ്ററിനെസ്സിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ പോയിട്ട് ഫസ്റ്റ്ലി എന്താണ് പറയുന്നത്, നമ്മളെല്ലാം ഓർഡിനറി പീപ്പിളാണ്, നമ്മളെല്ലാം ഓർഡിനറി ആക്ഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആസ്പിറേഷൻസ് ആണ്, നമുക്കുള്ള ഹോപ്സും ഡ്രീംസും നമ്മുടെ ആക്ഷൻസുമാണ് നമ്മളെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത്. ആൻഡ് ഹി ഫൈനലി അഫേംസ് ദാറ്റ് അവർ ആക്ഷൻസ് ഔട്ട്ലുക്ക് അസ്, അതായത് നമ്മുടെ ആക്ഷൻസ് ആയിരിക്കും നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ഈവൻ ആഫ്റ്റർ അവർ ഡെത്ത് എന്ന് പറയുന്നത്. സോ ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാസ്റ്റും സ്റ്റാറ്റസും പോലെയല്ല, അത് ഇറസ്പെക്റ്റീവായിട്ട് കാസ്റ്റും സ്റ്റാറ്റസും ഒന്നും ഇല്ലാതെ നമ്മളെ എപ്പോൾ വേണമെങ്കിലും വന്ന് നമ്മളെ എന്ത് ചെയ്യാം, എംബ്രേസ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, സോ ഈ ഒരു പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി ലൈഫ്സിൽ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഡിനറി ആയിട്ടുള്ള ലൈഫിൽ ഒരു റീഡറും ഒരു റൈറ്ററും എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു റീഡറിനോ റൈറ്ററിനോ ഒന്നും ഡിസ്റ്റിങ്ഷൻ ഒന്നും ഇല്ല. റീഡർ ആണെങ്കിലും റൈറ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെഹിക്കിൾസ് ഓടിക്കുന്നതാണെങ്കിലും ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ലോൺ എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും എക്സാം പാസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും പാട്ട് പാടുന്നതാണെന്നുണ്ടെങ്കിലും ഈവൻ ഒരു ഓതർ പോംസ് റൈറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മളെ ഓരോരുത്തരെയും എക്സ്ട്രാ ഓർഡിനറി ആക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് നമ്മളെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത്. നമ്മൾ നമ്മുടെ ലൈഫ് ഓർഡിനറി ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു, പക്ഷേ നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരും അവരവരുടെ ആക്ഷൻസുമായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി തിങ്സുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ ഓഫ് ദി ഓർഡിനറി എക്സിസ്റ്റൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്താലും അത് എക്സ്ട്രാ ഓർഡിനറി ആണെന്നാണ് പോയിട്ട് പറയുന്നത്. ഒരാളൊരു കവിത എഴുതിയാലും ഒരാളൊരു പാട്ട് പാടിയാലും എന്താണ് അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. കാരണം നമ്മൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മരിച്ചു പോകും. അപ്പോൾ ആ ഒരു ഓർഡിനറി ലൈഫിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നതിനുള്ളൊരു സെലിബ്രേഷനാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഓക്കെ, റീഡർ ആണെങ്കിലും ഓതർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. ചിലപ്പോൾ അവർ ടൗണിൽ വെച്ച ബീച്ചിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്താണ് ചിലപ്പോൾ ഒരു മെഡിസിൻ വായിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ മീറ്റ് വാങ്ങിക്കാൻ പോകുമ്പോഴോ കണ്ടിട്ടുണ്ടായിരിക്കാം. ദേ ആർ സിംപ്ലി ഓർഡിനറി പീപ്പിൾ ഡൂയിങ് ഓർഡിനറി തിങ്സ്. പക്ഷേ അവരുടെ ആക്ഷൻസ് ആണ് അവരെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതൊരു തീം ഓഫ് ദി പോം എന്ന് വെച്ചാൽ ഇദ്ദേഹം മാർജിനലൈസ്ഡ് പീപ്പിളിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. അതായത് ഈ മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. സോ ഈ ബിറ്റ്വീൻ ദീസ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ഷാർപ്പായിട്ടുള്ളൊരു വെപ്പണാണ്. അതായത് നമ്മുടെ ആക്ഷനാണ് നമ്മളെ ഔട്ട്ലിവ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഹ്യൂമാനിറ്റി എന്നുള്ളൊരു ഹമ്പിൾ ഒറിജിനിൽ നിന്നാണ് ജനിക്കുന്നത്. ആൻഡ് എവറിബഡി ഈസ് ഹാവിങ് എ വെരി ഓർഡിനറി എക്സിസ്റ്റൻസ്. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത് എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും. അപ്പോൾ സ്റ്റേറ്റസിന്റെ ആ ഒരു റെസ്പെക്റ്റീവ്നെസ് ഒക്കെ മാറ്റി നമ്മളെല്ലാം ഓർഡിനറി പീപ്പിളാണ്, ഓർഡിനറി ലൈഫ്സ് ലിവ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് നമ്മൾ എന്തുവാണ് നമ്മളെ ആക്ഷൻസ് വഴി നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആക്കണം അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയി ജീവിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ തീംസ് എന്ന് പറയുമ്പോൾ ലൈഫിൻ്റെ മൊമെൻ്റർനെസ്, സിംപ്ലിസിറ്റി ഓഫ് എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ചെയ്യാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു തേഴ്സ്റ്റ്, ഇതൊക്കെയാണ്. ഡെത്ത് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ലെവലറായിട്ട് പറയുന്നു, അതായത് ഈക്വലൈസറായിട്ട് പറയുന്നു. ഇതൊക്കെയാണ് ഇതിനകത്ത് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ അതായത് ലൈഫ് പെട്ടെന്ന് വാനിഷ് ആയി പോവും, ഡെത്ത് ഇംപ്രൈസ് ചെയ്യും, കാസ്റ്റും റിലിജനും സോഷ്യൽ സ്റ്റേറ്റസും ഒന്നും നോക്കാതായിരിക്കും ഡെത്ത് വരുന്നത്. സോ നമ്മൾ അത്രയും ആ ഒരു ലൈഫ് ഓർഡിനറി ലൈഫിനെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാക്സിമം ജീവിക്കാൻ ശ്രമിക്കുക. ഇതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അൺനോൺ റീഡറിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ ദീസ് ലൈൻസ്. അപ്പോൾ ഈ ഒരു ലൈൻസിൻ്റെ ഇടയിൽ റൈറ്ററും ഇല്ല, റീഡറും ഇല്ല, പോയറ്റും ഇല്ല, ആ ഒരു കൈൻഡ് ഓഫ് റോൾസ് ഒന്നും ഇല്ല. നമ്മൾ അവിടെ എന്താ പറയുക, ഓർഡിനറി ആളുകളെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരു സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത് അദ്ദേഹം. ഇപ്പോൾ ഒരു ഓർഡിനറി, അതായത് ഒരു സിംപ്ലിസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ലാംഗ്വേജിലാണ് ഇദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നത് പോം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.